ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാനിന്ന് കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ ഞാനൊരു സ്ഥലത്ത് വെച്ചൊരു ഒരാളിനെ പരിചയപ്പെട്ടു. ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. വ്യത്യസ്തമായൊരു ജോലി ചെയ്യുന്നൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാണ്. എൻ്റെ അടുത്തുണ്ട് ആളെ. അപ്പോൾ ചേട്ടാ നമസ്കാരം. നമസ്കാരം. എവിടെ സ്ഥലം എവിടെ ചേട്ടൻ്റെ? കൊച്ചിയിലാണല്ലേ. എന്താ ഇപ്പം ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ മറ്റേ നമ്മൾ എൻ്റെ ഇല്ലാത്ത കളക്ഷനൊന്നുമില്ല. മറ്റേ പഴയ പാട്ടുകളുടെ 1947 മുതലുള്ള സിനിമയുടെ പാട്ടുകളുണ്ട്. ഞാൻ ഒരു 15 വർഷമായിട്ടുള്ള എൻ്റെ കഠിന പ്രയത്നമാണ്. അതിൽ കുറേ യാതനകളും വേദനകളൊക്കെ അതിൻ്റെ പുറയിലുണ്ട്. കാരണം വെച്ചാൽ സാമ്പത്തികം മാത്രമല്ല, പിന്നെ കുറേ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് നമ്മൾ പാട്ടുകളാണ് കളക്ട് ചെയ്തേക്കണത്. 15 വർഷത്തെ പ്രയത്നമുണ്ട്. അതാണ് ഇപ്പൊ ജോലി മെയിനായിട്ട്. എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടാവും? ഞാനിപ്പോ ഒരു 9,000 ആൾക്കാർക്കുള്ള പാട്ടുകൾ കൊടുത്തിട്ടുണ്ട്. കൂടുതലും ദാസേട്ടൻ ഹിറ്റുകളാണ്. ദാസേട്ടൻ, ജയേന്ദ്രൻ, മറ്റങ്ങനെ പിന്നെ ജാനകി, മാധുര്യമ്മ. പിന്നെ മാധുര്യമ്മയൊക്കെ എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ട്. ചേട്ടന്റെ പേരെങ്ങനെ? സാദിക്കില്ലേ? എറണാകുളത്ത് എവിടാ വീട്? എവിടാ ഇപ്പൊ താമസിക്കുന്ന? കൊച്ചിയാണ് നമ്മള്. കൊച്ചി. ഓക്കെ. അന്നേരം നമുക്ക് ഇതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല. കാരണം ഇതിപ്പോ പ്രശ്നമില്ലാത്ത ഒരു ജോലിയാണ്. എല്ലാവരും എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ഒരു പാഷനും കൂടിയാണ് പാട്ടെന്ന് പറഞ്ഞാല്. പാട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ? യൂട്യൂബ് ചാനൽ 1 lakhs മേളിൽ സബ്സ്ക്രൈബർ ഉണ്ട് യൂട്യൂബ് ചാനലിനകത്ത്. അതിനകത്ത് ഒരുപാട് ആൾക്കാർ കയറി കാണുന്നു. അതന്നെ 2 കോടി ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇതുവരെ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊരു നല്ലൊരു വരുമാനം കുഴപ്പമില്ല. ഇത് നമ്മള് ആദ്യം ഒരു നേരം പോക്കിന് തുടങ്ങിയാണ്, പിന്നെ അതൊരു നമ്മുടെ ഒരു ജീവിതോപാധിയായി മാറി. അന്നേരം പാട്ടുകൾ വിറ്റാണ് ചേട്ടൻ ജീവിക്കുന്നത് അല്ലേ? പാട്ടുകളല്ല, അതെന്ന് വെച്ചാൽ ഒരു പാഷനായിട്ട് വന്നാലും. പക്ഷെ ആൾക്കാർ പിന്നെ എൻക്വയറി പറഞ്ഞുകൊണ്ട് നമ്മള് അത് കൊടുക്കണമെന്ന് മാത്രമുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിക്കും. അതിനധികം ഞാൻ ഇത് വാങ്ങിച്ചത് ഡോക്ടർമാരാണ് മേടിച്ചിട്ടുള്ളത്. ഓക്കെ. ഞാൻ ചേട്ടൻ മേടിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം. അപ്പൊ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഓക്കെ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. പിന്നെ സംഭവങ്ങളെല്ലാം ഉഷാറായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.